നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിക്കുള്ള ഇൻഡാസ് തയ്യാറാക്കി കൊച്ചിയിലെ ഇ.ഡി. ഓഫീസ്. എത്രയും പെട്ടെന്ന് പിണറായിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. അല്ലെങ്കിൽ ഊരിപ്പോകാൻ പണി 18 പയറ്റും കപ്പിത്താൻ. ഡൽഹി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്ന് തിരക്കിട്ട് നീക്കങ്ങൾ നടത്തിയെന്നാണ് വിവരങ്ങൾ. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പിണറായിക്ക് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കിട്ടിയേക്കും. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയാണ് പിണറായിക്കും മകൾക്കുമുള്ളത്. പിണറായിയെ കൈവിട്ടിരിക്കുകയാണ് CPM നേതാക്കൾ. കർത്തയുടെ മൊഴി പുറത്തായതിനു പിന്നാലെ ഈ വിഷയത്തിൽ ഇടപെടാൻ പോലും മുതിർന്ന നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ പ്രതിരോധിക്കാൻ CPM നേതാക്കൾ ചാടി ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇനി അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം പിണറായിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കും എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ 2 വാക്ക് പറയാൻ പോലും ഒരു നേതാക്കളും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. മറ്റേത് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് മെഴുകും. ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിലും മെഴുകലായിരുന്നു CPMകാർ. എന്നാൽ ഇപ്പോൾ പിണറായിക്ക് വേണ്ടി അത്തരത്തിലുള്ള മെഴുകലുകൾക്കൊന്നും CPMകാർ തയ്യാറാകുന്നില്ല. ചോദ്യം ചെയ്യലിന് പിണറായിയെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു വരുത്തും. അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ നേരിട്ട് തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യും. സാധ്യത കൊച്ചിയിലേക്ക് വിളിപ്പിക്കാൻ തന്നെയാണ്. EDയെ ആക്രമിച്ച പോലത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ തിരുവനന്തപുരത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയേക്കില്ല. എന്നാൽ പിണറായിയെ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ തടിച്ചുകൂടാനും ED ഓഫീസ് ആക്രമിക്കാനും ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനും കമ്മികൾ ഇറങ്ങുമോ എന്നുള്ള ചോദ്യവും പരിഹാസവും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ അകത്ത് കിടക്കുന്നവന്മാരുടെ ഗതികേട് കണ്ടതോടെ അണികൾ അന്തം കമ്മികൾ പ്രതിഷേധത്തിന് ഇറങ്ങാൻ സൗകര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പിണറായി മനക്കോട്ട കെട്ടിയിരിക്കുന്നത് അണികളെ ഇറക്കാം എന്നൊക്കെയായിരുന്നു. അതും ഏകദേശം തേഞ്ഞൊട്ടിയെന്നാണ് ചർച്ചകൾ. ഇപ്പോൾ അകത്ത് കിടക്കുന്നവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല പിണറായി കൂട്ടർ. പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വേണ്ടി ആയിരുന്നല്ലോ ഈ അന്തം കമ്മികൾ ED ഉദ്യോഗസ്ഥരെ പോയി തല്ലിച്ചതച്ച് അകത്ത് കിടക്കുന്നത്. അതായത് വധശ്രമ കേസ്, വധശ്രമ വകുപ്പ് ഉൾപ്പെടെയിട്ടാണ് ഇതിനെയൊക്കെ തൂക്കി അകത്തിട്ടിരിക്കുന്നത്. 10-25 CPMകാരാണ് അകത്ത് കിടക്കുന്നത്. ഇനി 26 എണ്ണത്തെ അറസ്റ്റ് ചെയ്യാനുമുണ്ട്. ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ ദുരിതകാലം തന്നെയാണ്. എന്നിട്ടും മകൾക്ക് വേണ്ടി കൊടിയും പിടിച്ച് പുറത്തേക്കിറങ്ങിയ ഈ കൂട്ടർക്ക് വേണ്ടി ഒരു നിയമ നടപടിക്കും പിണറായി ഇപ്പോൾ തയ്യാറാകുന്നില്ല. അവരെ സംരക്ഷിക്കാനും തയ്യാറാകുന്നില്ല. ഇതോടുകൂടി പിണറായി തേക്കും എന്നറിയാവുന്നത് കൊണ്ട് ഇനി പിണറായിക്ക് വേണ്ടി കൊച്ചിയിലോട്ട് പോയി ED ഉദ്യോഗസ്ഥരെ കൈവയ്ക്കാനൊന്നും അന്തം കമ്മികൾ തയ്യാറാകില്ല. മാത്രമല്ല മുതിർന്ന നേതാക്കൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് തെറ്റുകാരനല്ല എന്ന് പിണറായി തെളിയിക്കട്ടെ എന്നാണ്. അതിന് അന്വേഷണത്തോട് സഹകരിക്കുക എന്ന് ഒരു കൂട്ടർ നിലപാടെടുത്തതോടെ പിണറായി ആട്ടപടലമാണ് പെട്ടിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തായിരുന്നു ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കുന്നതെങ്കിൽ ഒരു നേതാക്കളും ഇങ്ങനെ ഒരു ഡയലോഗ് പറയില്ലായിരുന്നു. അവരെല്ലാവരും പിണറായിക്ക് വേണ്ടി മുറവിളി കൂട്ടി രംഗത്തേക്ക് ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പാർട്ടിയെ പടുതോൽവിയിലേക്ക് കൊണ്ടെത്തിച്ച് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായിയോട് കൂട്ടത്തിലുള്ളവർക്ക് പോലും ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇറങ്ങി പോകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ED വന്നിട്ടാണ് സാധ്യമാകുന്നതെങ്കിൽ അങ്ങനെയെന്ന് CPMകാർ തന്നെ കണക്ക് കൂട്ടിയാൽ എന്താണ് ചെയ്യാൻ കഴിയുക? കർത്തയുടെ മൊഴി വന്നതിന് പിന്നാലെ വാർത്താ സമ്മേളനം നടത്താൻ പിണറായി വിജയൻ ചാടി ഇറങ്ങിയത് കേരളം കണ്ടതാണല്ലോ. ഒരു നേതാക്കളും പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. പിണറായി ഒറ്റയ്ക്ക് നിന്ന് സ്വയം അങ്ങ് മെഴുകുകയായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യപ്പെടാതെ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന പിണറായി വിജയന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ആ നിലപാടെടുത്തിരിക്കുകയാണ് നേതാക്കൾ എല്ലാവരും. വീണയ്ക്കോ പിണറായിക്കോ വേണ്ടി ആരും തെരുവിലേക്ക് ഇറങ്ങിയേക്കരുതെന്നും ഒരു സംഘം നേതാക്കൾ പറയുമ്പോൾ പാർട്ടിയിലെ പുകച്ചിൽ ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. തന്നെ ചോദ്യം ചെയ്യലിന് ഏത് നിമിഷവും വിളിപ്പിക്കും എന്നുള്ള ഭയം പിണറായിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. കൊച്ചിയിൽ CPMകാർ തടിച്ചുകൂടണം എന്നുള്ളതാണ് പിണറായി ആഗ്രഹിക്കുന്നത്. നേതാവിനെ വേട്ടയാടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കണം. ആരും പ്രതിഷേധത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ള ആശങ്ക
കപ്പിത്താനെ ഇപ്പോൾ മനോവിഷമത്തിലാക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലും ഈ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഇതിലും വലിയ വേട്ടയാടലുകളൊക്കെ കണ്ടിട്ടുള്ളതാ എന്നുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് പിണറായിയുടെ ഫോട്ടോയും വെച്ച് BGM-ഉം ഇട്ട് ആരും പോസ്റ്റുകൾ ഇടാനും തയ്യാറാകുന്നില്ല. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളും ചത്തുകുത്തി കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു കാഴ്ച കാണുന്നത് വല്ലാതെ പിണറായി അങ്ങ് വെപ്രാളം പിടിപ്പിക്കുന്നുണ്ട്. 10 വർഷം, ഒന്നും രണ്ടും ഒന്നുമല്ല, 10 വർഷം അധികാരത്തിന്റെ തണലിൽ മതിച്ചു പുളച്ച ഒരു മനുഷ്യൻ. അതിനു മുൻപ് 16 വർഷക്കാലം പാർട്ടി സെക്രട്ടറി കസേരയിലിരുന്ന് പാർട്ടിയെ അടക്കി ഭരിച്ചിരുന്ന ഒരാൾ. പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ നാടിനെ അടക്കി ഭരിക്കാൻ എല്ലാ കളിയും പുറത്തെടുത്ത ഒരാൾ. അങ്ങനെ ഒരാൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി ഇരിക്കുക, അവരുടെ ചോദ്യത്തിന് മറുപടി പറയുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരിക, ഇതൊന്നും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം 10 വർഷക്കാലം ചോദ്യം ചെയ്യപ്പെടാതെ കേന്ദ്ര ഏജൻസികൾ പലതവണ വന്നപ്പോഴും തൊടാൻ കഴിയാതെ മടങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണല്ലോ. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പവർ ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. ചോദ്യം ചെയ്യലിന് ചെന്നിരിക്കേണ്ടി വരും. വല്ലാത്ത ക്ഷീണമാണ് കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം. പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് വീണയ്ക്ക് പണം നൽകിയതിന് കാരണം എന്നാണ് കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. അന്വേഷണം നേരെ പിണറായിയിലേക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. 10 മണിക്കൂറോളം വെച്ചായിരുന്നു വീണയെ 2 തവണ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. പിണറായിയെ കയ്യിൽ കിട്ടിയാൽ മണിക്കൂറുകൾ എടുത്തിട്ട് കുടയും. അത്ര സമയമൊന്നും ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കുത്തിയിരിക്കാൻ പിണറായിയുടെ ഈഗോ അനുവദിക്കില്ല. പക്ഷേ ഇരുന്നേ മതിയാകൂ എന്നുള്ള ഘട്ടം വന്നാൽ അതിനെ പിണറായി എങ്ങനെ നേരിടും? പുറത്തേക്കിറങ്ങി പ്രതിഷേധിക്കാനോ EDയെ കൈവയ്ക്കാനോ അന്തം കമ്മികളും ഇറങ്ങാൻ പോകുന്നില്ല. ഒരക്ഷരം പോലും പ്രതികരിക്കാതെ നേതാക്കൾ മാളത്തിൽ ഒളിക്കുകയാണ്. പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ അവരാരും തയ്യാറാകുന്നില്ല. എന്തിന്? പിണറായി ഫോൺ വിളിച്ചാൽ പോലും ചിലർ എടുക്കുന്നില്ല എന്നുള്ള ചില പരാതികളും സൂചനകളും ഒക്കെ പൊട്ടി പുറത്തേക്കും വരുന്നുണ്ട്. ഇതിപ്പോൾ വലിയ ട്രോളിനാണ് വഴിവെച്ചിരിക്കുന്നത്. നേതാവിൻ്റെ ഫോൺ കോൾ വന്നാൽ എല്ലാവരും അത് പൂട്ടിക്കെട്ടി വീട്ടിനുള്ളിൽ കയറി ഇരിക്കുകയാണ് എന്നൊക്കെയാണ് ട്രോളുകൾ വരുന്നത്. കേരളം എപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള CPM-നുള്ളിൽ തന്നെ ഉള്ളവർ പലപ്പോഴും പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ CPM-ന്റെ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങളൊക്കെ പലപ്പോഴും മറക്കും. അതെപ്പോഴാണെന്നല്ലേ? മകൾക്കും കുടുംബത്തിനും വേണ്ടിയൊക്കെ പിണറായി വിജയൻ ഈ മൂല്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ 8ആയി മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുള്ള ആളാണ് എന്ന്. അതായത് മകളോട് വൈകാരികമായ ഒരു അടുപ്പമുള്ള ആളാണ് പിണറായി വിജയൻ. മകനെ അങ്ങ് വിദേശത്തേക്ക് അയച്ച് അവിടെ സെറ്റിൽഡ് ആക്കി എങ്കിലും മകളെ എപ്പോഴും കൂടെ നിർത്തിയിട്ടുള്ള ഒരു അച്ഛനാണ്. മകളുടെ എന്താവശ്യത്തിനും ഏതറ്റം വരെയും പോകുന്ന ഒരു അച്ഛനാണ്. ഇവിടെയാണ് നമ്മൾ മുൻപ് പല ആവർത്തി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്ന് പരിശോധിക്കേണ്ടത്. അതായത് മകൾക്ക് വേണ്ടി പിണറായി കേരളം മുഴുവൻ വിറ്റ് തൊലയ്ക്കും, എന്നിട്ട് മകളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കും എന്ന്. വീണ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. വീണ വിജയനും ഈ അഴിമതികളിലൊക്കെ വലിയ പങ്കുണ്ട്. പിണറായി വിജയനാണ് മാസപ്പടിയുടെ മാസ്റ്റർ ബ്രെയിൻ എങ്കിലും അതിനുവേണ്ടി വെള്ളവും വളവും ഒക്കെ ഒഴിച്ചതിൽ മകൾക്ക് നല്ല പങ്കുണ്ട്. അതായത് മകളുടെ സാമ്രാജ്യം വളർത്തുന്നതിനും മകളെ പരിപോഷിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് തൻ്റെ അഴിമതികളിലേക്ക് വരെ മകളെയും കൂട്ടുപിടിച്ച ഒരു അച്ഛൻ, ആ ഒരു പരിവേഷമാണ് ഇപ്പോൾ പിണറായിക്കുള്ളത്. അല്ലെങ്കിൽ തന്നെ മകളോട് വൈകാരികമായ അടുപ്പമുള്ള, മകളോട് വലിയ സ്നേഹമുള്ള ഒരച്ഛൻ തെറ്റിലേക്ക് ഏതെങ്കിലും മക്കളെ നയിക്കുമോ? ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ പിണറായി വിജയൻ ഇവിടെ തൻ്റെ മകളെ തൻ്റെ അഴിമതികൾക്ക് കൂട്ടുനിർത്തിയ ഒരാളാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ അച്ഛനും മകളും കൂടിയാണ് അകത്ത് കിടന്ന് അഴിയെണ്ണാൻ പോകുന്നത്. പിണറായി വിജയനും വീണയ്ക്ക് നേരെയുള്ളത് നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ലാവ്ലിൻ എത്ര കൊല്ലമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നു എന്ന്. എന്നാൽ ഈ കേസിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ സാക്ഷാൽ പിണറായി വിജയന് വരെ നോട്ടീസ് അയക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ED കടക്കുമോ? അവിടെയാണ് പിണറായിയെ തൂക്കിയെടുക്കാനുള്ള, അല്ലെങ്കിൽ മകളെ തൂക്കിയെടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നോ എന്നുള്ള സംശയമുണ്ടാകുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വിളിപ്പിക്കൽ ഒരു ചോദ്യം ചെയ്യലിൽ ഒതുങ്ങില്ല, അത് ഉറപ്പായും അറസ്റ്റിലേക്കായിരിക്കും പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്ന ദിവസം തന്നെ വീണ വിജയന്റെ അറസ്റ്റ് ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക? തൻ്റെ കൺമുൻപിൽ ആ കാഴ്ച പിണറായിക്ക് കാണേണ്ടി വന്നാൽ അതെങ്ങനെ പിണറായി വിജയൻ സഹിക്കും?
അല്ലെങ്കിൽ തന്നെ 82 വയസ്സുണ്ട് പിണറായിക്ക്. വല്ലാത്ത ഒരു ആദിയാണ് ആ മനുഷ്യനെ ഇപ്പോൾ വേട്ടയാടുന്നത്. അതായത് തൻ്റെ മകളെ തനിക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു വേവലാതി. അച്ഛനുറങ്ങാത്ത വീട് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതാണിപ്പോൾ ശരിക്കും പിണറായി വിജയൻ്റെ വീട്ടിലെ അവസ്ഥ. എന്തായാലും മകളെ നല്ലൊരു പാതയിലേക്ക് നയിക്കേണ്ടിയിരുന്ന അച്ഛൻ മകൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും കൂടി അഴിമതി നടത്താൻ ഒരുമിച്ച് നിന്ന്, അതായത് അച്ഛനും മകളും കൂടി ഒരുമിച്ച് നിന്ന് അഴിമതിക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ഒരു സംസാരം തന്നെ. ഈ എക്സാലോജിക് എന്ന കമ്പനി, ആ ഒരു കമ്പനി അഴിമതി നടത്തുന്നതിന് വേണ്ടി പിണറായിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനി വീണയ്ക്ക് സ്വന്തമായുണ്ട്. ആ കമ്പനിയുടെ പേരൊക്കെ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. പിണറായിയുടെ സന്തത സഹചാരികളായി കൂടെ നടന്നിരുന്നവർക്ക് പോലും ഈ കമ്പനി വീണയുടേതാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. മാസപ്പടി കേസിൽ വീണ കാണിച്ചിരിക്കുന്നത് ചില്ലറ കുറ്റകൃത്യമൊന്നുമല്ല. വീണ വിജയനെ കൂടുതൽ കുരുക്കിലാക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നൽകാത്ത സേവനത്തിന്റെ ഇൻവോയ്സുകളും കരാർ രേഖകളും വീണയുടെ ഐഫോണിലാണ് നിർമ്മിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. CMRL ഉടമ ശശിധരൻ കർത്തയുമായുള്ള ഇമെയിൽ ഇടപാടുകൾ നടന്നതും ഈ ഫോൺ വഴിയാണ്. നൽകിയ സേവനങ്ങളെക്കുറിച്ചല്ല, മറിച്ച് പണമിടപാടുകളെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തതെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനിയെ ഒഴിവാക്കിയപ്പോൾ CMRLന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായതായും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എക്സാലോജിക്കിന് പുറമെ വീണയുടെ പേരിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടി ഉണ്ട് എന്ന് ED കണ്ടെത്തിയതോടെ CPMകാർ തന്നെ വാ പൊളിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPMകാർ പരസ്പരം ചോദിക്കുന്നത്. പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയിൽ വീണ പാർട്ട്ണർ ആണെന്നതിന്റെ നിർണായക രേഖകൾ ലഭിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും മകൾ വീണയെയും പ്രതിരോധത്തിലാക്കുന്ന എത്രയെത്ര തെളിവുകൾ, എത്രയെത്ര വിവരങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. ഇത് കൂടാതെയാണ് കർത്തയുടെ മൊഴി ഒരു ബോണസായി EDക്ക് കിട്ടിയിരിക്കുന്നത്. യാതൊരു സേവനവും നൽകിയിട്ടില്ല എന്ന് കർത്ത തന്നെ പറയുമ്പോൾ അതിൻ്റെ രേഖകൾ, അതായത് സേവനം നൽകിയിട്ടുണ്ട് എന്ന് കാണിക്കാനുള്ള രേഖകൾ ഒരു തട്ടിപ്പിലൂടെ വീണയുണ്ടാക്കുന്നു. വീണയുടെ ഐഫോൺ വെച്ച് തന്നെ ആ തട്ടിപ്പ് രേഖകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിന് പിന്നിൽ മറ്റാരുടെയോ ബുദ്ധി ഉദിച്ചിട്ടുണ്ട്. അതായത് ഈ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കാനും ഈ രീതിയിലുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കാനും ഏതോ ഒരു വലിയ തല കൂടി ഇവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ തല ഏതാണ് എന്നുകൂടി ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. 2024 ചോദ്യം ചെയ്യലിലെ വെളിപ്പെടുത്തലിലാണ് കർത്തയുടെ മൊഴി നിർണായകമായി രേഖപ്പെടുത്തിയത്. താൻ നേരിട്ട് CMRLന് ഗൈഡൻസ് നൽകിയെന്നാണ് വീണ പറഞ്ഞിരുന്നത്. എന്നാൽ തെളിവുകൾ ഹാജരാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. 2017 മുതൽ 2020 വരെ 2.78 കോടി രൂപയാണ് വീണയ്ക്കും എക്സാലോജിക്കിനുമായി CMRL നൽകിയത്. 2014-15 നഷ്ടത്തിലായിരുന്ന എക്സാലോജിക്ക് 2016 പിണറായി മുഖ്യമന്ത്രിയായ ശേഷമാണ് കർത്തയുമായി കരാറിലേർപ്പെട്ടത്. വീണ വ്യാജരേഖകൾ നിർമ്മിച്ചത് സ്വന്തം ഐഫോണിലാണ് എന്നുകൂടി ED കൃത്യമായ തെളിവ് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും വീണയ്ക്കെതിരെയുള്ള കുരുക്ക് മുറുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമായിരിക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു ഡൽഹി യാത്ര പ്രതീക്ഷിക്കാം. ഒന്നുകിൽ മോദിയുടെ കാൽക്കൽ പോയി വീഴുക, അല്ലെങ്കിൽ അമിത്ഷായുടെ കാൽക്കൽ പോയി വീഴുക. മകളെ രക്ഷിച്ചെടുക്കാൻ എന്ത് ഡീലിങ്സിനും പിണറായി തയ്യാറായേക്കും എന്നുള്ള ചില പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ പാർട്ടി കൂടി കൈവിട്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുകയാണ്. AK ബാലനും EP ജയരാജനും ഒക്കെ എല്ലാ കാലത്തും പിണറായിക്ക് വേണ്ടി ചാടി ഇറങ്ങിയിരുന്നവരാണ്. എന്നാൽ ഇന്നിപ്പോൾ അവരാരും പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. MA ബേബി ഈ വിഷയത്തിൽ ഒരു അക്ഷരം പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു. KK ശൈലജ പറഞ്ഞത് വീണയ്ക്കെതിരെ കേസുണ്ട്, വീണ അതിനെ നേരിടട്ടെ എന്നാണ്. അതിനെ പാർട്ടി ഇടപെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് KK ശൈലജയെ പോലെയുള്ള നേതാക്കൾ പറയുമ്പോൾ, ഇങ്ങനെ ഒരു നിലപാട് KK ശൈലജ സ്വീകരിച്ചിരിക്കുമ്പോൾ പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്ക് നിങ്ങൾ തന്നെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊള്ളൂ എന്ന് നേതാക്കൾ തീരുമാനമെടുക്കുമ്പോൾ ഇനിയിപ്പോൾ കൊച്ചിയിലേക്കല്ല ഗോകർണത്തേക്ക് പിണറായി വിജയനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാലും അവിടേക്ക് ഇരച്ചിറങ്ങാൻ CPMകാർ തയ്യാറാകില്ല. CPM മുതിർന്ന നേതാക്കൾ അത്തരമൊരു നീക്കത്തിൽ നിന്ന് പ്രവർത്തകരെ തടയും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.